ഇത് ബാക്കി വന്ന ചോറിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം, ലെമൺ റൈസ്. അങ്ങനെയാണ് മിക്കവാറും ഉണ്ടാക്കാറല്ലോ. അപ്പോൾ ഇത് നല്ലെണ്ണയാണ് ഇതിനെടുക്കുന്നത്. നല്ലെണ്ണയിൽ കടുക് വറുക്കുന്നു. ഉഴുന്ന് വറുക്കാം, ഞാൻ വറുത്തില്ല, കടല ഇടുന്നതുകൊണ്ട് ഉണ്ടായിരുന്ന കടല എല്ലാം എടുത്ത് തട്ടി. അപ്പം പ്രോട്ടീൻസ് ആയല്ലോ. അങ്ങനെ കടല വതങ്ങി കഴിയുമ്പോൾ പച്ചമുളക്, ഇഞ്ചി അത്രയേ ഉള്ളൂ, അതിട്ട് നമ്മൾ വതക്കുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോറാണ് ഒരു നേരത്തേക്കുള്ളത്. ഞാൻ ഓൾറെഡി മൈക്രോവേവിൽ ചൂടാക്കി എടുത്തു. അപ്പോൾ ചൂട് ചോറാണ് ഞാൻ ഇതിലോട്ട് തട്ടുന്നത്. ഗ്യാസ് ലാഭിക്കാമെന്ന് മാത്രമല്ല, തണുത്ത ചോറിട്ട് അതൊന്ന് വെള്ളം വരുമല്ലോ, ആ വെള്ളം വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇത് മഞ്ഞളിടുമ്പോൾ സൂക്ഷിച്ചിടുക, വളരെ കുറച്ച് മതി കേട്ടോ. മഞ്ഞളിൻ്റെ പച്ചമണം മാറുന്നിടത്തോളം അത് ഇളക്കുക. എന്നിട്ട് ഉപ്പിട്ടിട്ടുണ്ട് ഓൾറെഡി. ഒരു നാരങ്ങയുടെ ചാറ് ഒരാൾക്കെന്ന രീതിയിൽ, അതായത് ഇത്തിരി മുന്തി നിന്നാൽ ടേസ്റ്റ് കൂടും. പണ്ടൊക്കെ ഞാൻ അരമുറി ഇടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മുറി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതൊഴിച്ച് മല്ലി ഇലയിട്ട് ഇളക്കുക. കറിവേപ്പില ഇടാവുന്നതാണ്. ഇവിടെ മല്ലി ലോറി മറിഞ്ഞു, 2 പാക്കറ്റ് മല്ലി അറിയാതെ വാങ്ങിച്ചു. അതുകൊണ്ട് ഞാൻ മല്ലി ഇട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ തൈരാണ് കഴിച്ചത്. കാരണം വേറെ സമയത്ത് ഞാൻ വെജിറ്റബിൾസ് കഴിക്കുന്നു എന്നതുകൊണ്ട്. ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ ഉപ്പേരിയും പിക്കിളുമാണ്, പപ്പടവുമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാൻ ഇന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് കഴിച്ചു.